അപ്പോൾ നമുക്കിന്ന് കോഴിയാണ്. കോഴി വറുത്തരച്ച് വെക്കാം കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് 2-3 പീസ് ഞാൻ പൊരിക്കും. അപ്പോൾ പൊരിക്കണതും ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം. എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സഹായിക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് വറുത്തരച്ച് വെക്കും, 2-3 പീസ് പൊരിക്കും. അതിൻ്റെ മസാലയൊക്കെ എങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ. തേങ്ങ വറുത്തരക്കാം കേട്ടോ. തേങ്ങ വറുത്തരക്കാം. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാന്ന് പറഞ്ഞാൽ തേങ്ങയിലെ വെള്ളവും പറ്റും, പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരല്പം ഇത്തിരി ഇട്ടാൽ ഇത്തിരി ഉപ്പ് പൊടി പെട്ടെന്ന് ചുമന്ന് കിട്ടും. ഇതിലേക്ക് 2 പച്ചമുളക്, രണ്ട് ഉള്ളി കേട്ടോ. ഉള്ളി ഇപ്പം തന്നെ അങ്ങോട്ട് ഇടണം. വലിയ ചുമന്നുള്ളിയാണ് കേട്ടോ. രണ്ട് വേപ്പില, 2 ഇട്ടിട്ടുണ്ട്. അത് അരക്കാനാണ്, കഴിക്കൊന്നുമില്ല കേട്ടോ. തേങ്ങ നല്ലോണം വറുത്ത് ഇച്ചിരി വെള്ളമൊക്കെ വറ്റി ഫ്രഷാകുമ്പോൾ നമുക്ക് പൊടിയൊക്കെ ഇടാം, മസാലപ്പൊടിയൊക്കെ ഇടാം കേട്ടോ. എൻ്റെ കറിക്കൊന്നും അധികം ചേരുവകളില്ല, ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും അഭിപ്രായം പറയണം, തെറ്റുകുറ്റങ്ങളൊക്കെ ഇനി പറയണം. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കുമാണ് എനിക്ക് വിജയം. അപ്പം നമ്മൾ തേങ്ങ മരിഞ്ഞണമല്ലോ, തരി ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ്ട് പെട്ടെന്ന് മരിഞ്ഞ് കിട്ടും കേട്ടോ. ഇതിലേക്ക് പെട്ടെന്ന് എടുക്കാം നമുക്ക് കേട്ടോ. കുറച്ച് ഗരം മസാല കേട്ടോ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, ചിക്കൻ്റെ പൊടി കേട്ടോ, ചിക്കൻ്റെ മസാല, ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി കേട്ടോ, ചെറുത് മതി. നല്ല എരിവാണേ മുളക്. നമുക്കൊരു 3 കയ്യിൽ മല്ലിപ്പൊടി ഇടാം. ഒരു കൈ കൊണ്ട് എടുക്കണം, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണേ. 3 കയ്യിൽ മല്ലിപ്പൊടി. എനിക്കിത് 3/4 കയ്യിൽ മഞ്ഞൾപ്പൊടി. കയ്യിലാണ് കേട്ടോ, കുഞ്ഞി കയ്യിലാണ്, ടീസ്പൂൺ നല്ലത്. ഉള്ളി ഇതിൽ കിടക്കുമ്പോഴേ മണം നല്ല
നല്ല സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. അപ്പോൾ ഒന്ന് ചെയ്യണം. അറിവില്ലാത്തവർക്കാണ്, അറിവുള്ളവർക്കല്ല. ചെറിയ ചെറിയ കറി വെക്കണത് അതിനാണ് കേട്ടാ. വീഡിയോ 2 ദിവസം ഇട്ടില്ല. ഇത് ആവി തന്നെ ഉണ്ട്. ഇതിലേക്ക് കുറച്ച് ഒരു 1 ടീസ്പൂണിൻ്റെ പകുതി ഇട്ടാ കുരുമുളക് പൊടിയാണ് ഇത്തിരി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആവി വന്നതിന് ശേഷം ഇട്ടാൽ മതി. പിന്നെ നമുക്കിത് പെട്ടെന്ന് ചൂടധിയാക്കണ്ട. കുരുമുളക് പൊടിയാണ് ഇട്ടത്, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിട്ടത് കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. നമുക്കിത് അരച്ചിട്ട് വരാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ ഒരു 2 മിനിറ്റ് വെക്കണമല്ലോ. അപ്പോൾ ഇത് അരച്ചിട്ട് വരാം. തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിത് വറുത്തരച്ച് കേട്ടോ. വറുത്തരച്ച് ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. വെണ്ണ പോലെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടായി ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. തൊട്ട വീട്ടിലെ പട്ടിയാണ് ഉരക്കണം. തൊട്ട വീട്ടിലെ പട്ടി ഉരക്കണം. എനിക്കിത് 2 മണി ഉലുവാട്ടാ. 5-6 മണി മതി. ഉലുവ പൊട്ടി ഉള്ളിയാണ് അരച്ചപ്പോൾ കൂട്ടിയേക്കാൻ ചുമന്ന ഉള്ളിയാണ്. സവാള ഇതിലോട്ടേക്ക് ഒരു 3 പച്ചമുളക് 2 അരച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെക്കണ ഒരു 1.5 കിലോ ആണ് കേട്ടോ കോഴി ഇറച്ചി. 1.5 കിലോ ഉണ്ട്. അപ്പോൾ അത്രയിനാണ് ചേരുവകൾ എടുത്തേക്കുന്നത് കേട്ടോ. നല്ലോണം മൂക്കട്ടെ. മൂത്തിട്ടുണ്ട്. നോക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട ആവശ്യത്തിന് നോക്കിയിട്ടാൽ മതി. പച്ചമണം ഒന്ന് ഇട്ടാൽ മതി. അധികം മൂത്ത് കറുത്ത് ഒരടിച്ചൊന്നും പോകണ്ട കേട്ടോ. ഒട്ടിക്ക് നമുക്കൊരു 1.5 തക്കാളിയാണ് കേട്ടോ ചെറുത്. തക്കാളിൻ്റെ പച്ചമണം പോട്ടെ. അപ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഉള്ളി, പച്ചമുളക്, വേപ്പില, തേങ്ങ എന്നുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിലോട്ടേക്ക് അരപ്പിട്ട് കോഴി ആയതുകൊണ്ടിട്ട് അധികം വെള്ളവും ആവശ്യമില്ല. ഇത് അരപ്പിച്ച വെള്ളമാണ് കേട്ടോ.
ചാറ് ഇത്തിരി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതേ കണ്ട കറി തിളച്ച് 1 മിനിറ്റ് ആയിട്ടുള്ളൂ. കറി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കട്ടെ. പൊടിക്കോട് ഉപ്പിന് കുറവുണ്ട്. പൊടി ഉണ്ട് കേട്ടോ. കറി കുറിയല്ലാണ്ട ചെറിയ രംഗൊന്ന് വറ്റിക്കണം. എന്താ വെച്ചാൽ കോഴിക്ക് നമ്മൾ കോഴിയിൽ നിന്ന് വെള്ളം വരുമല്ലോ. പിന്നെ ഈ വെള്ളം ആ വെള്ളം കൂടെ പിന്നെ അതിട്ട് വറ്റിക്കാൻ നിൽക്കണം. പെട്ടെന്നാകാം. കോഴി കഴുകി വാരി ഊറ്റി വെച്ചതാണ് കേട്ടോ. ഞാൻ തിരിക്ക് ഇടണേണേ. പല നാസ്ത, പുട്ട്, പൊറോട്ട, അങ്ങനെ എല്ലാ ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല കറിയാണ്. വെച്ച് നോക്കണം. അഭിപ്രായം പറയണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സപ്പോർട്ട് എനിക്ക് കേട്ടോ. കുറേ കാലമായി വീഡിയോ ഇടണം എന്ന് ഇങ്ങനെ ഓർക്കണം. ഇപ്പോഴാണ് എനിക്കൊരു തോന്നിയത് ഇടാൻ. നല്ലൊരു ഫോണ് കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ പിന്നെ ഒരാൾ തന്നതാണ് ഈ ഫോണ്. അപ്പോൾ ഇതിൽ വീഡിയോ പിടിച്ചിടാം. നമുക്കറിയാവുന്ന കറികൾ പിള്ളേർക്ക്, ഇപ്പോഴത്തെ പുതിയ പിള്ളേർ, നമ്മളെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതറിയണ്ടേ, ചെറിയ കറിയൊക്കെ വെക്കാനൊക്കെ. അപ്പോൾ ഇതേ അച്ഛനെ നമുക്കൊന്ന് മൂടി വെക്കാം. നമ്മളുടെ കോഴിക്കറി തയ്യാർ. പെട്ട ഒരു 4-5 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. കോഴിയൊക്കെ വെന്തിട്ടുണ്ട്. അധികം എന്താ പൊട്ടിപ്പോവും. നമുക്കിതൊന്ന് താളിക്കണ്ടല്ല, വടക്കിട്ട് മുപ്പിച്ചല്ലേ നമുക്ക് താളിച്ചാൽ. സോറി എനിക്ക് കുറച്ച് മല്ലിച്ചീരാണ്ടിടാം. നമുക്കൊരു കുറച്ച് മല്ലിച്ചീരയും വേപ്പിലയും കൂടി നമുക്ക് ഇടാം. കറിയുണ്ട്. എല്ലാം കൂടി ഒരു 20 മിനിറ്റ് നമുക്കറിയേ നമുക്ക് തീ ഓക്കെ കേട്ടോ. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ബൈ ടാറ്റ. കോഴിക്കറി തയ്യാർ.